ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും അധികം ജനപ്രീതി നേടിയ താരങ്ങളാണ് ശ്രീനിഷ് അരവിന്ദും പേളി മാണിയും. ഇരുവരും ഷോയിൽ വന്നതിന് ശേഷം പ്രണയിക്കുകയും ജീവിതത്തിൽ വിവാഹിതരാകുകയും ചെയ്തു. ഇപ്പോൾ 2 മക്കളുടെ കൂടെ സന്തുഷ്ടരായി ജീവിക്കുകയാണ്. പേളിക്കും ശ്രീനിഷിനും ശേഷം യഥാർത്ഥ പ്രണയമൊന്നും ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുവായ അഭിപ്രായം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ജാസ്മിനാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കെ വീടിനകത്ത് സഹതാരവുമായി ഇഷ്ടത്തിലായി എന്നതാണ് ജാസ്മിനെതിരെയുള്ള ആരോപണം. ഇക്കാരണത്താൽ ജാസ്മിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരുകയാണ്. എന്നാൽ നടൻ ശ്രീനിഷും ഇതുപോലെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആരാധകർ. ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീനിഷ് മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ഇക്കാര്യം ബിഗ് ബോസിൽ വെളിപ്പെടുത്തുകയും ചെയ്തതാണ്. എന്നിട്ടും താരത്തിന് തേപ്പുകാരൻ ഇമേജും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റുകളും വന്നിട്ടില്ല. പിന്നെ ജാസ്മിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരു ആരാധകൻ ചോദിക്കുകയാണ്. കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. 1-ാം സീസണിലെ ശ്രീനിഷ് പേളി ലവ് എടുത്ത ശ്രീനിഷിന് പുറത്ത് വേറെയൊരു കല്യാണം ഉറപ്പിച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് ശ്രീനിഷ് ഷോയിൽ അർച്ചനയോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പേളിയോടും പറഞ്ഞിരുന്നു. എന്നിട്ടും ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആയപ്പോൾ ശ്രീനിഷിന് തേപ്പുകാരൻ ഇമേജോ സോഷ്യൽ മീഡിയയിൽ ബുള്ളിയിങ്ങോ നേരിടേണ്ടി വന്നിട്ടില്ല. കുറിപ്പിൽ പറയുന്ന മറ്റൊരു കാര്യം 6-ാം സീസണിലെ ജാസ്മിന്റെ കാര്യം എടുത്താലും അതുപോലെ തന്നെയാണ്. കുറച്ച് ദിവസം ഇതുപോലെ ഒരു സ്ഥലത്ത് ട്രപ്പ് ആയ സിറ്റുവേഷനിൽ കൂടെയുള്ള ആളോട് അട്രാക്ഷൻ തോന്നുന്നത് വലിയ അപരാധം ഒന്നുമല്ല. ശ്രീനിഷിന് കിട്ടാത്ത ബുള്ളിയിങ്ങും തേപ്പുകാരി ഇമേജും സോഷ്യൽ മീഡിയയിലെ വിരഹ കാമുകന്മാർ ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരു പെണ്ണിനെ കിട്ടി, അതിനെ അങ്ങ് വലിച്ചു കീറുക. ശ്രീനിഷിന്റെയും ജാസ്മിന്റെയും പുറത്തെ റിലേഷൻഷിപ്പ് ബോണ്ട് എത്രത്തോളം ആണെന്നോ അവർ അതിൽ എത്രത്തോളം ഹാപ്പി ആയിരുന്നെന്നോ അറിയാതെ അവരെ ജഡ്ജ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്.